പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് കുറെ നായിന്റെ മക്കളായ CPM നേതാക്കൾ, നായിന്റെ മക്കളും കുണ്ടന്മാരും പറയാം യുനോ ബെറ്റർ ദാൻ മീ, റൈറ്റ്? യുനോ ദർ ആർ സം ഹോമോസെക്ഷൽസ്. അപ്പൊ ഇവന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് എനിക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ MP സുധാകരൻ അദ്ദേഹം തന്നെ ചില നേതാക്കളെ വെച്ചിട്ട് പറയാം, നീ എന്നെ കൊണ്ട് വാതുറപ്പിക്കരുതെന്ന് പറയുന്നത്. ഞാനായിട്ട് സുധാകരൻ ചിലപ്പോൾ വാതുറക്കില്ല, ഞാൻ തുറക്കും നിങ്ങൾക്കറിയാം. എനിക്കിപ്പോ കേരളത്തിലെ വിഷയങ്ങളിലൊന്നും ഞാൻ ഒട്ടും ഇൻവോൾവ് അല്ല. ഞാനത് എഴുതി കളഞ്ഞ കേസാണ്. കാരണം അത് വെള്ളം കൊണ്ട് പോവേണ്ടത് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ കൊണ്ടുപോവേണ്ടത്, ഇല്ലാണ്ട് പോകേണ്ട ഒരു തീവ്രവാദികളിൽ വെടിവെച്ചും ബോംബിട്ട് നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമസ്കാരം. പിണറായി വിജയന്റെ BJPയോടുള്ള ഭയത്തെയും അതിൽ നിന്നുടലെടുത്ത വെറുപ്പിനെയും പറ്റി ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തു കൂട്ടിയ അപരാധങ്ങളും അഴിമതികളുമെല്ലാം കേന്ദ്ര അന്വേഷണത്തിൽ പിടിക്കപ്പെടും എന്ന ബോധം പിണറായിക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ CAA വിരുദ്ധതയെ കൂടി പൊളിച്ചടുക്കി തോക്ക് സ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി ഹിമവൽ ഭദ്രാനന്ദ രംഗത്ത് വരികയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിലൂടെ പിണറായി യഥാർത്ഥത്തിൽ ഭയക്കുന്നത് എന്താണ് എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. ഈ ബന്യനത്തിന്റെ കഴപ്പാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ പോലീസ് ഓഫീഷ്യൽസും ഈ പേജിലുള്ളത് എനിക്കറിയാം. മിസ്റ്റർ മനോജ് എബ്രഹാമും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ADGP ഇന്റലിജൻസ് ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നതും അദ്ദേഹമാണ്. കേരളത്തിലെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഇന്റലിജൻസിന്റെ മേൽനോട്ടത്തിലാണ്. പ്രത്യേകിച്ച് വളരെ വലിയ ഒരു യേശുവിന്റെ വിശ്വാസിയായ, അതായത് അനീതികൾക്കെതിരെ ചാട്ടുവാറുകൊണ്ട് പള്ളിയിൽ കയറി അടിച്ചൊതുക്കിയ യേശുവിന്റെ കുഞ്ഞാടായ മനോജിനോടുകൂടി ഞാൻ പറയാണ്. പക്ഷെ മനോജ്, ആക്ച്വലി ഈ മതസൗഹാർദ്ദം തകർക്കുന്നത് എല്ലാ തരത്തിലും തെറ്റ് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്കെതിരെ 3 പ്രാവശ്യം 153 ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ നിങ്ങളുടെ പല ആൾക്കാരും പ്രത്യേക താല്പര്യത്തിന്റെ പേരിലും ഈ തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മതസ്വാർത്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ കേസെടുത്ത് പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതുകൊട്ടെ, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് കുറെ നായിന്റെ മക്കളായ CPM നേതാക്കൾ, നായിന്റെ മക്കളും കുണ്ടന്മാരും പറയാം യുനോ ബെറ്റർ ദാൻ മീ, റൈറ്റ്? യുനോ ദർ ആർ സം ഹോമോസെക്ഷൽസ്. അപ്പൊ ഇവന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് എനിക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ MP സുധാകരൻ അദ്ദേഹം തന്നെ ചില നേതാക്കളെ വെച്ചിട്ട് പറയാം, നീ എന്നെ കൊണ്ട് വാതുറപ്പിക്കരുതെന്ന് പറയുന്നത്. ഞാനായിട്ട് സുധാകരൻ ചിലപ്പോൾ വാതുറക്കില്ല, ഞാൻ തുറക്കും നിങ്ങൾക്കറിയാം. എനിക്കിപ്പോ കേരളത്തിലെ വിഷയങ്ങളിലൊന്നും ഞാൻ ഒട്ടും ഇൻവോൾവ് അല്ല. ഞാനത് എഴുതി കളഞ്ഞ കേസാണ്. കാരണം അത് വെള്ളം കൊണ്ട് പോവേണ്ടത് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ കൊണ്ടുപോവേണ്ടത്, ഇല്ലാണ്ട് പോകേണ്ട ഒരു തീവ്രവാദികളിൽ വെടിവെച്ചും ബോംബിട്ട് നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ ഇത്രയും വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഓഫീസർ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ധാർമ്മിക ബോധമുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ, എന്തുകൊണ്ടാണ് ഈ പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള പന്ന്യനെ ഞാനായിരുന്നു എന്റെ ഒരു ഫസ്റ്റ് പൊളിറ്റിക്കൽ പ്രഡിക്ഷൻ ആയിരുന്നു ട്രിവാൻഡ്രത്ത് അദ്ദേഹം MP ആവുന്നുള്ളത്. അദ്ദേഹം എന്റെ തോക്ക് വിഷയം വരെ അദ്ദേഹം എന്റെ കൂടെ വളരെ സുഹൃത്തായിട്ട് നിന്നിട്ട് തോക്ക് വിഷയം വന്ന സമയത്ത് പേടിച്ച് ഓടിപ്പോയ കണ്ണൂരുകാർക്ക് തന്നെ മാനക്കേട് ഉണ്ടാക്കിയ ഒരു ഭീരുത്വം കാണിച്ച ഒരു വ്യക്തിയാണ് പന്ന്യൻ. പക്ഷെ വ്യക്തിപരമായിട്ട് ഈസ് ഗുഡ്. പക്ഷെ എന്തിനാണ് പന്ന്യൻ അടക്കമുള്ള ബാക്കിയുള്ള ഈ പൊളിറ്റീഷ്യൻസ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇടുന്നത്? ഈ ഇന്ത്യയുടെ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യു ആർ എ വെൽ ലേണഡ് പേഴ്സൺ, മനോജ് അടക്കം ഉള്ള ആൾക്കാർ, അതുപോലെ മാത്രമല്ല എസ്പെഷ്യലി യു ഗൈസ് ആർ വെരി മച്ച് യുനോ, ഹേയ് പ്ലീസ്, നിങ്ങൾക്ക് വളരെയധികം ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഓർഡർ ഇടാത്തത്? ആവശ്യമില്ലാതെ ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഈ അനാവശ്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വിമർശിക്കുകയും മോദിജിനെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്നത് നിങ്ങൾ പറയുന്നത്, ഇൻക്ലൂഡിങ് ഈ CM പോലും. CMന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ സെപ്പറേറ്റഡ് ആക്കാൻ സമ്മതിക്കില്ല. റിയാസും വീണയും തമ്മിൽ സെപ്പറേറ്റഡ് ആവുമെന്നാണോ ഈ അദ്ദേഹം ഉദ്ദേശിച്ചത്? റിയാസും വീണയും തമ്മിൽ സെപ്പറേറ്റഡ് ആവുമെന്നാണോ ഈ പിണറായി അദ്ദേഹം പറയുന്നത് ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞാൽ? അതെന്താണ്? ഇന്ത്യൻ പൗരൻ എന്തെങ്കിലും തരത്തിൽ ഒരു ഇതുണ്ടോ? എന്തിനാണ് അതിനെ മതപരമായിട്ട് ഇതാക്കുന്നത്? ഇത് സത്യം പറഞ്ഞ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും രാജ്യത്തെ ക്രമസമാധാനം തകർക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതോ എന്നെ പോലുള്ള ആൾക്കാർ ഇവിടുത്തെ തീവ്രവാദികളെല്ലാം പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതാണോ പ്രശ്നം? അല്ലെങ്കിൽ ഡ്രഗ് മാഫിയക്കെതിരെ സംസാരിക്കുന്നതാണോ പ്രശ്നം? അപ്പൊ നിങ്ങൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിപ്പോ ശബരിമലയിൽ തന്നെ അവിടുത്തെ വിശ്വാസികൾക്കെതിരെ ഒരുപാട് ക്രൂരമായ തരത്തിലുള്ള മർദ്ദനങ്ങൾ നടത്താനുള്ള മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം, എന്നോടല്ല പറയേണ്ടത്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പുട്ടും കടലൊന്നും കിട്ടാനില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല. പക്ഷെ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയണം. എന്തിനാണ് ഈ BJPനെ ആവശ്യമില്ലാതെ ഭയക്കുന്നത്? സംഘം എന്താണ് തെറ്റ് ചെയ്തത്? RSS എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിൽ മത പരിവർത്തനം നടത്താൻ പോയോ? മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഏതെങ്കിലും വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തോ? എവിടെയെങ്കിലും ഡ്രഗ് ബിസിനസ് RSS ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും അവരാരും ചെയ്യാറില്ല. ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്നത്
ഈ ബ്രിട്ടീഷുകാർ, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കാണ്. ഈ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബ്രിട്ടീഷുകാര് ഇവിടെ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുള്ള കുത്തി വെച്ചിട്ട് പോയ വിഷം അന്ന് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നതാണ്. ബ്രിട്ടീഷ് ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടുത്തെ ഭരണാധികാരികളിലൂടെ കോൺഗ്രസിന്റെ കൂടെ നിന്നു. ഇപ്പൊ അതിൽ കുറെ പേര് BJP-യിലൂടെ നിൽക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് വേണ്ടത് അധികാരമാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ കുറെ ഈ കൊക്കുകൾ വന്നിരിക്കും, വെള്ള ലോഹയിട്ട് നിൽക്കുന്ന പോലെ. ഈ കൊക്കുകൾ ഇങ്ങനെ വന്നിങ്ങനെ അടിങ്ങിയിരിക്കും. ഈ കൊക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇരിക്കുന്നത്, അതിനകത്ത് ഈ നീർക്കാക്ക അതിനകത്ത് ചാടുമ്പോൾ അതിനകത്തുള്ള ഒരുപാട് മീനുകളുണ്ട്, അത് പുറത്ത് ചാടും. ആ മീനിനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അധികാരത്തിൽ ഇരിക്കുന്നവരോടൊപ്പം യാതോ ഈ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അടുത്തുനിന്ന് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരും പല മതങ്ങളുടെയും മഠങ്ങളുടെയും ഭാഗമായി നിൽക്കുന്നവരും അധികാരികളൊക്കെ നിൽക്കുമ്പോഴും ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. റിലീജിയൻ ഇസ് എ ഫക്കിംഗ് ബിസിനസ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ വൺ തിങ്, റിലീജിയൻ ഇസ് ഡാർക്ക് ആൻഡ് റിലീജിയസ് പീപ്പിൾ ആർ ബ്ലൈൻഡ്. ഞാൻ ഒരു മതത്തിനെയും പറ്റി വിമർശിക്കുന്നില്ല, കാരണം മതം എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. കൂടുതൽ നമ്മൾ ഇന്റലക്ച്വൽ ആകുമ്പോഴും വിൽ വാക്ക് അവേ ഫ്രം റിലീജിയൻ. പക്ഷെ എനിക്ക് ആരുടെയും വിശ്വാസത്തിൽ തോണ്ടാനോ പിടിക്കാനോ അവർ ഉപയോഗിക്കുന്ന ഷഡിയുടെ ബ്രാൻഡ് നോക്കി വിമർശിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ എനിക്കറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങളെ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിനെതിരെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിക്കുന്നില്ല എന്നുള്ളത്